ഹലോ ഗായ്സ്, നമ്മുടെ ഇന്ന് പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമ്മൾ തോട് നോക്കാൻ പോകുന്നത് താഴോട്ട്. ഞാൻ ഇതുവരെ പോയി നോക്കിയിട്ടില്ല. നല്ല തോടൊക്കെ നിറഞ്ഞിട്ടുണ്ടെന്നാണ് ഒരാൾ പറഞ്ഞത്. അപ്പം നമുക്ക് അങ്ങോട്ട് നോക്കാം. നല്ല മഴയൊക്കെയാണ്. ഇതാണ് നമ്മുടെ അടുത്തുള്ള ഒരു ട്രാവലറാണ്. അപ്പം നമുക്ക് പോകുക. വലിയ വഴിയൊന്നുമല്ല, ഒരു ചെറിയ ഇടുങ്ങിയ വഴിയാണ്. ഇടുങ്ങിയ വഴി കൂടെയാണ് നമുക്ക് പോകാനുള്ളത്. ആ പാറയെ തൊട്ട് താഴെയാണ് നമ്മളെ ഇത്. നല്ല ഷേക്കുണ്ട്. അവിടെ മൊത്തം കുണ്ടും കുഴിയൊക്കെ ആയതുകൊണ്ടാണ് ക്യാമറയും കൂടെ ഷേക്കാവണം. അപ്പം നമ്മുടെ ഇത് ഞാറയ്ക്കന്മാർ ഇവിടെ അടുത്താണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നില്ല. ഇപ്പം ക്ലിയർ ഉണ്ട്. കണ്ടോ, ഞാറയ്ക്ക മഴയാണ്. നേരത്തേക്ക് നല്ല ഞാറയ്ക്ക ഉണ്ടായിരുന്നു. ഇപ്പം ഞാറയ്ക്ക സീസൺ തീർന്നുകൊണ്ട് ഞാറയ്ക്ക ഇപ്പം ഇല്ല. ഇവിടെയൊക്കെ നല്ല ചറക്കലുള്ള വഴിയാണ്. അപ്പം പയ്യെ നടന്നു പോവാം. ഇവിടെയൊക്കെ നല്ല ചറക്കലാണ്. ഒരു ദിവസം ഞാൻ ഇവിടെ ചറക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ചും കൂടെ മുമ്പോട്ടിട്ട് അവിടെയാണ് ചറക്കി വീണത്. ഇവിടെയാണ് ചറക്കി അങ്ങ് പോയി. ഇപ്പം ഞാൻ ഇതിലാണ് പോണത്. അപ്പോൾ ഇതിലെ നമ്മളിപ്പോൾ നടന്നു പോകണം. അതിൻ്റെ ചക്ക അരുവി കിടക്കുകയാണ്. ചക്ക കുറ്റീച്ചയൊക്കെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇടുങ്ങിയ വഴിയാണ്. നമുക്ക് അങ്ങ് താഴോട്ടൊന്ന് ഇറങ്ങാം. ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മുടെ താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ തൊട്ടപ്പുറത്താണ് തോട്. ഇവിടെ ചെറുക്കന്മാരൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഒരു ചെറിയ നീല കുത്തോല. കണ്ടോ ഗൈസ്, അതാണ് ക്രിക്കറ്റ് കളിക്കുകയാണ്. അപ്പോൾ നമുക്കന്ന് ഫസ്റ്റ് ഇതാണ് നമ്മൾ തോടുള്ള വഴി. നമുക്ക് താഴെ കൂടെ വെള്ളച്ചാട്ടം കണ്ടിട്ട് മുകളിലോട്ട് കയറാം. ഇപ്പം മഴക്കാലത്തൊക്കെ ഇവിടെയൊക്കെ നല്ല വെള്ളം കയറി കിടന്നതാണ്. ഇപ്പം ഫുള്ള് നിർത്താതെ മഴ പെയ്ത് ഇവിടെയൊക്കെ വെള്ളം നല്ല കയറും. നമ്മുടെ ചെറിയ തോടാണ്. തൊട്ടപ്പുറത്താണ് വെള്ളച്ചാട്ടം. അപ്പം നമുക്ക് അവിടെയാണ് വെള്ളച്ചാട്ടം. ഇവിടെ മൊത്തം വെള്ളമൊക്കെ നിറഞ്ഞ് കിടക്കുകയാണ്. ഇതാണ് മുകളിൽ നിന്നൊരു തോട് അവസാനിക്കണ അവിടെയാണ് ഇവിടെ വെള്ളച്ചാട്ടം. അങ്ങോട്ടൊക്കെ തോടാണ്. കാണിച്ചു തരുന്നുണ്ട്. ഇവിടെയൊക്കെ വെള്ളച്ചാട്ടമാണ്. ഇവിടെ മീനൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മീനൊക്കെ ഉണ്ട് നല്ല. അപ്പം കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ മീനൊക്കെ പിടിക്കും. പിന്നെ അവിടെ നിന്നൊക്കെ പറഞ്ഞത് ഊറ്റാണ്. പിന്നെ നമുക്ക് മഴ സമയത്ത് മാത്രമേ ഊറ്റുള്ളൂ. അതുകൊണ്ട് അവിടെയൊക്കെ വെള്ളം നിറഞ്ഞ് കിടക്കുകയാണ്. മഴയായതുകൊണ്ട് വെള്ളമൊക്കെ നല്ല വൃത്തി നിറഞ്ഞ് കിടക്കുകയാണ്. അപ്പം അങ്ങോട്ട് പോകണ്ടേ. ഇപ്പം അങ്ങോട്ട് പോയിട്ടൊക്കെ വരാം. നമുക്ക് തോട് തന്നെ ഇറങ്ങാം. അല്ലെങ്കിൽ നമുക്ക് വന്ന വഴി തിരിച്ച് അതിലേ പോകാൻ പറ്റും. ഇതിലേ തന്നെ ഇറങ്ങാം. വെള്ളത്തിൽ കൂടെയാണ് പോകണം. അതിൻ്റെ ഊറ്റാണ്. മുകളിൽ നിന്ന് ഊറ്റി പറഞ്ഞാണ് വെള്ളം. കണ്ടോ, ഇത് ഇവിടുന്ന് ഊറ്റി വരെയാണ് വെള്ളം. കണ്ടോ ഊറ്റൊക്കെ വരെയാണ് ഇവിടുന്ന്. മഴ ആയതുകൊണ്ടാണ്. എല്ലാ സമയത്തും ഇവിടെ ഊറ്റൊന്നുമില്ല. വെള്ളം ഇങ്ങനെ കിടക്കും. ഇവിടെയൊക്കെ കൈയൊക്കെ കഴുകിയിട്ട് നമുക്ക് പോവാം. ഇപ്പം മുകളിലോട്ട് നമുക്ക് പോവാം. ഇത് പന്നികൾ കയറുന്ന വഴികളാണ് ഇതൊക്കെ. പന്നികളൊക്കെ ഇടിച്ച് മറിച്ച് കയറിയ വഴികളാണ്. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. ഇത് അല്ല തോട്. ഇത് നമ്മുടെ ഊറ്റി പറഞ്ഞ ഇതിലാണ്. ഇതിലെ അവസാനിച്ചാണ് തോടിനകത്ത് ഇറങ്ങണ. ഇതൊക്കെ വെള്ളമാണ്. ഉണ്ടോ, ഇത് നേരെ അവസാനിക്കണ ഒരു കുഞ്ഞു തോട്. ഇതാണ് വെള്ളച്ചാട്ടമായിട്ട് നിങ്ങൾ കാണുന്നത്. അപ്പുറത്ത് ഞാൻ കാണിച്ചു തന്നത്. അപ്പം കണ്ടോ വെള്ളം കേട്ടോ, ഈ വെള്ളമാണ് അവിടെ അവസാനിക്കണത്. അപ്പം ഇവിടെ നമ്മൾ കുളിക്കാനൊക്കെ വെള്ളമുള്ള സമയത്ത് കുളിക്കാനൊക്കെ വരും. അപ്പം ഇതിനകത്ത് മീനൊക്കെ ഉണ്ട്. കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വെള്ളം ക്ലിയറില്ല, നല്ല കലങ്ങലാണ്. അവിടെയാണ് തുണിയൊക്കെ അഴിച്ച് കഴുകുന്നത്. ആ കല്ലിൽ മുകളിലോട്ട് ഒരു ഊറ്റുണ്ട്. ഞാൻ മുകളിലോട്ടൊന്ന് കാണിച്ചു തരാം. മുകളിലോട്ട് പുല്ലൊക്കെ കയറി കിടക്കണോണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
ഊറ്റ്. എന്നാലും ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഇതൊക്കെ വെള്ളമാണ് ഒഴുകണത്. അപ്പം നല്ല ഊറ്റാകുമ്പോൾ ഇവിടെയൊക്കെ നല്ല വെള്ളം കയറി കിടക്കും. അതുകൊണ്ട് ഇവിടെ നിന്ന് ഊറ്റി പോകുന്നുണ്ട്. കണ്ടോ, ഇവിടെ നിന്ന് ഊറ്റി പോവുകയാണ് വെള്ളം. പിന്നെ തൊട്ട് മോളിൽ നിന്ന് ഊറ്റി വരെയാണ്. നമുക്ക് അങ്ങോട്ട് കാണാം. ഇവിടെ മൊത്തം റബ്ബർ തോട്ടമാണ്. താഴോട്ടൊക്കെ മൊത്തം റബ്ബർ തോട്ടമാണ്. അപ്പം നമുക്ക് കണ്ട് ഇവിടെ നിന്നാണ് ഊറ്റി വരുന്നത്. നിങ്ങൾ കാണിച്ചു തരാം. ഇവിടെ മൊത്തം പുല്ലൊക്കെ കയറി കീരിപ്പന്നെ എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾ പറയുക, കമൻറ്റ് ചെയ്യണം. ഇവിടെയാണ് ഊറ്റി വരുന്നത്. കണ്ട് കീരിപ്പന്നെയൊക്കെ ഇവിടെ കൂടുതലും കീരിപ്പന്നെയാണ് ഉള്ളത്. നിങ്ങളുടെ നാട്ടിൽ എന്തിനാണ് പറയണതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നമുക്ക് ഇനി മുകളിലോട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തോട്ട് നമുക്ക് പോവാം. അവിടെയൊക്കെ മഴയത്ത് കുറേ നാളായി പോയിട്ട്. ഇപ്പം ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഇറങ്ങിയത്. അപ്പം അവിടെ വെള്ളം കെട്ടിക്കിടക്കണം, നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇതിലേക്ക് വെള്ളം ഒഴുകുന്ന സ്ഥലമാണ് മഴ പെയ്യുമ്പോൾ. ഇപ്പം ഒത്തപ്പോരം മഴ തോന്നിക്കുന്നതുകൊണ്ട് ഇപ്പം പെയ്യില്ല, പറഞ്ഞില്ല വെള്ളം. ഇതിലേക്ക് നല്ല വെള്ളം ഒഴുകി കുത്തൊഴുകി വരുമായിരുന്നു. മുകളിലോട്ടൊക്കെ വനമാണ്. കണ്ടോ, പാറയാണ്. കണ്ടോ കാണിച്ചു തന്നത്, അത് പാറയാണ്. ഇതിലേക്ക് നല്ല വെള്ളം ഒഴുകുകയാണ്. കണ്ടോ, ഇവിടെയൊക്കെ വെള്ളം ഒഴുകി ഇത് കാണാൻ പറ്റും. നല്ല വെള്ളം ഒഴുകിയതാണ് ഇവിടെയൊക്കെ. മുകളിൽ നിന്ന് എല്ലായിടും വരണ വെള്ളം ഇവിടെ നിന്ന് അവസാനിച്ച് തോളിലൊക്കെ പോണ വെള്ളമാണ്. ഇവിടുന്ന് മുകളിലോട്ട് ഒരു ചെറിയ വനത്തിൽ കയറാൻ വേണ്ടി ചെറിയ റോഡൊക്കെ ഉണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് ഫസ്റ്റ് ചെറിയൊരു ഊറ്റുണ്ട് അങ്ങോട്ടും. നമുക്ക് അങ്ങോട്ടും കൂടെ ഒന്ന് പോയിട്ട് വരാം. മരമൊക്കെ ഒടിഞ്ഞ് വീണ് കിടക്കുകയാണ് അങ്ങോട്ടൊക്കെ. നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ റബ്ബർ തോട്ടമാണ്. ഇവിടെ മൊത്തം റബ്ബർ തോട്ടമാണ്. റബ്ബർ തോട്ടവും തെങ്ങും. ഇവിടെ നിന്ന് പറഞ്ഞാൽ കാറ്റകത്തൊക്കെ തേങ്ങ വരും. അപ്പോൾ ഞാൻ കുറേ നാളായി വന്നിട്ട്. അച്ചമ്മയ്ക്കാണെങ്കിൽ ഇവിടെയൊക്കെ തേങ്ങ എടുക്കാനൊക്കെ വരും. കണ്ടോ, ഇവിടെയൊക്കെ ഊറ്റുണ്ട്. കണ്ടോ വെള്ളം കണ്ടോ, ഇത്തപ്പോരായിട്ടാണ് പറഞ്ഞത്. ഇത് ഊറ്റി പറഞ്ഞാൽ അങ്ങ് മോളിൽ നിന്നാണ്. കണ്ട് ഇവിടെ നിന്നൊക്കെ ഊറ്റി വരികയാണ് വെള്ളം. കണ്ടോ, ഊറ്റി വരികയാണ്. ഇവിടെ വെള്ളം മഴ പെയ്ത് വെള്ളമൊക്കെ കെട്ടിക്കിടക്കുകയാണ്. അപ്പം ഇവിടെയൊക്കെ വെള്ളം വന്ന് അവസാനിക്കും. നമുക്ക് അങ്ങോട്ടൊന്നും പോവാം. അപ്പുറത്തോട്ടൊന്നും വെള്ളം കെട്ടിക്കിടക്കുകയാണ്. അങ്ങോട്ടും കൂടെ ഒന്ന് പോയിട്ട് വരാം. ഇവിടെയൊക്കെ നമ്മുടെ തൊട്ടടുത്തുള്ള വെള്ളച്ചാട്ടമാണ്. ഇപ്പം നമ്മുടെ തൊട്ടപ്പുറത്ത് വെള്ളം ഒന്ന് കെട്ടിക്കിടക്കുന്നുണ്ട്. അത് നിങ്ങൾ കാണിച്ചു തരാം. വെള്ളം മഴയത്ത് വെള്ളം കെട്ടിക്കിടക്കുകയാണ്. പിന്നെ നല്ല കാറ്റൊക്കെ ആയതുകൊണ്ട് മരമൊക്കെ നല്ല പൊരിയണി മരമൊക്കെ ഒടിഞ്ഞ് വീണ് കിടക്കുകയാണ്. അപ്പം അപ്പുറത്ത് കൊണ്ട് ഒന്ന് വെള്ളമൊക്കെ കെട്ടിക്കിടക്കുക, അത് കാണിച്ചു തരാം. ഇതാണ് പന്നികളൊക്കെ വന്ന് ഇളക്കി മുറിച്ചിട്ടിരിക്കുന്നതുകൊണ്ടാണ് വെള്ളമൊക്കെ ഇങ്ങനെ കലങ്ങി ചെളിയായിരിക്കണം. ഇവിടെയൊക്കെ പന്നി വന്ന് ഇടിച്ച് മറിക്കും വെള്ളത്തിലങ്ങനെ. അവിടെ മൊത്തം മഴയൊക്കെ സമയത്ത് നിറച്ചും വെള്ളം വീഴും. നല്ല നിർത്താതെ വീണ മഴയത്തൊക്കെ നിറച്ചും വെള്ളമുണ്ട്. അപ്പം നല്ല പൊരുണി മരമൊക്കെ ഒടിഞ്ഞ് കിടക്കുകയാണ്. കുറച്ച് ദിവസമായെന്ന് തോന്നുന്നു, ഞാൻ കണ്ടില്ല. ഇന്നാണ്ട് കാണണം മരമൊക്കെ ഒടിഞ്ഞ് വീണത്. അപ്പോൾ നിങ്ങൾക്ക് ഇതെവിടെ നിന്ന് ഒടിഞ്ഞ് വീണത് ഞാൻ കാണിച്ചു തരാം. മണ്ടേന്നാണ്. ഇതാണ് പൊരുണി മരം. ഇതിൻ്റെ മണ്ടേന്നാണ്. ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ മണ്ടേ ഞാൻ കാണിച്ചു തരാം. കണ്ട മുകളിലോട്ട് കണ്ട അവിടെ നിന്ന് ഒടിഞ്ഞ് വീണേണ് കാറ്റത്ത്. അവിടെ നിന്ന് ഒടിഞ്ഞ് വീണേണ് മരം. അതിൻ്റെ ബാക്കിയാണ് താഴെ കിടക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെയൊക്കെ ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊക്കെ വെള്ളം നല്ല വൃത്തിയായി കെട്ടി കിടക്കണ സ്ഥലമാണ്. അപ്പം ഇതൊക്കെ ഈ മഴ പെയ്തതിൻ്റെ വെള്ളം കിടക്കുകയാണ്. ഇവിടെയൊക്കെ നിറച്ചും കിടക്കുക. ഇത് വറ്റാതെ കിടക്കുകയാണ്. അപ്പം നല്ല വെള്ളമൊക്കെ ഇവിടെ കെട്ടിക്കിടക്കും. ഇവിടെയൊക്കെ നമ്മുടെ വീട്ടിൽ കന്നാലുണ്ട്. അപ്പം അവിടെ കുളിപ്പിക്കാനെന്ന് പറയുമ്പോൾ വെള്ളം കെട്ടി കിടക്കുമ്പോൾ ഇവനെ കൊണ്ട് കെട്ടുമ്പോൾ ഇവിടെ കിടന്ന് കളിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവിടെയൊക്കെ ഇടിഞ്ഞ് കിടക്കുന്നുണ്ട്. കാണാൻ പറ്റുമെന്തോ. നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. നല്ല മഴയും ഇതൊക്കെ കാറ്റൊക്കെ ആയതുകൊണ്ട് മണ്ണൊക്കെ കവുന്ന് ഇടിഞ്ഞതാണ്. ഇവിടെയൊക്കെ ഇടിഞ്ഞ് ഇതിനു മുമ്പത്തെ മഴയത്ത് ഇടിഞ്ഞൊക്കെ കിടന്നതാണ് ഇത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇന്നലെ മിനിഞ്ഞാന്ന് ഇടിഞ്ഞെന്നാണ് അച്ഛൻ പറഞ്ഞത്. നമുക്കതൊന്ന് നോക്കാം.
കണ്ട ഇവിടെ മൊത്തം ഇടിഞ്ഞ് വീണ്. കണ്ട ഗൈസ്, ഇവിടെ മൊത്തം ഇടിഞ്ഞ് കിടക്കുകയാണ്. കല്ലാണ് കൂടുതലും കെട്ടിയിട്ടിങ്ങനെ. അപ്പുറത്തോട്ടൊക്കെ ഇങ്ങനെ കെട്ടാണ്, അത് ഉടനെ വീഴും. ഇവിടം വരെ പകുതി വരെ ഇടിഞ്ഞോളൂ. കണ്ട ഇവിടെ മൊത്തം കല്ല്, പകുതി വരെ ഇടിഞ്ഞോളൂ. മണ്ണൊക്കെ കവുന്ന്. നമുക്കിനി അപ്പുറത്തോട്ട് എങ്ങനെയും കടക്കണം. നമുക്കിനി അപ്പുറത്തോട്ട് ഇതിലേ കടക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ കറങ്ങി വരണം. കിടക്കണമെങ്കിൽ നമുക്ക് അപ്പുറത്തോട്ട് ഒന്ന് കടക്കാൻ നോക്കാം. കല്ലൊക്കെ ഒന്ന് ചെറുതായി ലൂസൊക്കെ ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പയ്യൊക്കെ ഇറങ്ങാം. ഇവിടെ മൊത്തം ഇടിഞ്ഞൊക്കെ കിടക്കുകയാണ്. കണ്ടോ, മൊത്തം അതൊക്കെ പുല്ലാണ്. അവിടെ നിന്ന് മഴയത്തൊക്കെ ഇതൊക്കെ ഇടിഞ്ഞ് വീഴും ഉടനെ. ഇതൊക്കെ നമ്മൾ സാധാ കല്ലും മൺകല്ലൊക്കെ വെച്ച് കെട്ടിയിരിക്കണേണ് ഇതൊക്കെ. അതുകൊണ്ട് അവിടെ മൊത്തം കല്ലാണ്. നമുക്ക് ഇനി അങ്ങോട്ട് പോയി നോക്കിയിട്ട് വരാം. ഇതിൻ്റെ അപ്പുറത്തായിട്ടാണ് നമ്മൾ വന്നത്. ഇതാണ് നമ്മൾ ഇതിനു മുമ്പേ താമസിച്ചിരുന്ന വീട്. ഇതിലേക്ക് ഇത് കിണറാണ്. കിണർ കെട്ടിയിട്ട് കുഴിയാണ് ഇങ്ങോട്ടൊക്കെ. വെള്ളമൊക്കെ ഒഴിച്ച്, പിന്നെ അവിടെ ഒരു കുളമുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പണ്ടൊക്കെ നമ്മൾ കുളിച്ചുകൊണ്ടിരുന്ന കുളമാണ്. ഇവിടെയൊക്കെ വെള്ളം ഒഴിക്കുമെന്ന് നടക്കുകയാണ്. പണ്ടൊക്കെ കുളിച്ചുകൊണ്ടിരുന്ന കുളം. ഇപ്പോൾ ആരും കുളിക്കുക ഒന്നുമില്ല. ചപ്പും ചോറൊക്കെ ആയി കിടക്കുകയാണ്. കണ്ടോ ഗൈസ്, ഇപ്പം മൊത്തം ഒഴിഞ്ഞ് അവിടെയൊക്കെ വിറകൊക്കെ ഒടിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പം തലയിൽ കൂടെ വീഴുമെന്ന് നോക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന്